നമസ്കാരം. എൻ ഡി എയുടെ നേതാവ് രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. പക്ഷേ എൻ ഡി എ തിരഞ്ഞെടുപ്പിൽ നയിക്കുന്നത് അദ്ദേഹം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അദ്ദേഹത്തിൻ്റെ ജനപ്രീതി, ആ ജനപ്രീതിക്ക് മേലൊരു സംശയത്തിൻ്റെ കരുനിഴൽ വീഴ്ത്തുവാനായി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പ്രത്യേകിച്ച് കാലാകാലങ്ങളായി ശ്രമിച്ച് കൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന് മലയാളം നേരെ ചൊവ്വേ അറിയില്ല, കേരളത്തെ അറിയില്ല, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ബൂർഷ്വയാണ് തുടങ്ങിയ പല പ്രചാരണങ്ങൾ. അവരുടെ ഒരു സ്ഥിരം രീതിയുണ്ടല്ലോ. ആരെയും കിട്ടാത്ത മറ്റേ സന്ദേശം സിനിമയിൽ ശങ്കരാടിയുടെ ഒരു ലൈൻ, ആ ലൈനിലുള്ള പ്രചരണങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേരെ എൽ ഡി എഫ്, പ്രത്യേകിച്ച് യു ഡി എഫും വല്ലപ്പോഴും ഒക്കെ അത് എടുത്തിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പ്രത്യേകമായി രാജീവ് ചന്ദ്രശേഖരനെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരുന്ന രാഷ്ട്രീയ എതിരാളികൾ. അവരെല്ലാം പ്രചരിപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണ് എന്ന സമീപകാലത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിനായി അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതി. കാരണം മാധ്യമങ്ങൾ പോലും പലപ്പോഴും പൂർണ്ണമായ ഇടതുപക്ഷ ചായ്വ്, ഇടതുപക്ഷത്തിന് ഒരു ഗതിയില്ലാത്ത സമയങ്ങളിൽ കോൺഗ്രസ് ചായ്വ് പുലർത്തുന്ന മാധ്യമങ്ങൾ പോലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ജനപ്രീതി വർദ്ധിച്ചു വരികയാണ്. എൻ ഡി എയുടെ കേരളത്തിലെ ജനപ്രീതി അദ്ദേഹത്തിലൂടെയും എൻ ഡി എയുടെ പ്രവർത്തനങ്ങളിലൂടെയും, എൻ ഡി എയുടെ വിവിധ നേതാക്കളുണ്ട് കേട്ടോ. രാജീവ് ചന്ദ്രശേഖരൻ ആ നേതാക്കൾക്ക് ഫസ്റ്റ് അമംഗ് ദ ഈക്വൽസ് ആയിട്ട് നേതൃത്വം നൽകുന്നു എന്നേ ഉള്ളൂ. എന്നിരുന്നാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ജനപ്രീതിയും വർദ്ധിച്ചു വരികയാണെന്നുള്ള കാര്യത്തിൽ മാധ്യമങ്ങളും ഇപ്പോൾ സംശയമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രമുഖനായ വ്ളോഗറുമായി അദ്ദേഹം ഒരു പോഡ്കാസ്റ്റ് നടത്തിയിരുന്നു. ആ പോഡ്കാസ്റ്റ് സംബന്ധിച്ച് ഞാനതിൽ എൻ്റെ കീഴിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ഒരു 2 കമൻറ്റുകൾ വന്നു. ഇതൊരു പൊതുവായിട്ട് ആ കമൻറ്റുകൾ ആണ് ഇതിൻ്റെ ഒരു പൂർണ്ണമായ ഒരളവ് കോലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നെ ഒരു ആകർഷിച്ച ആ കമൻറ്റുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലൊന്ന് വായിക്കാം. മുഹമ്മദ് ഫയാസ് എന്നുള്ളൊരു വ്യക്തിയുടെയാണ്. അദ്ദേഹത്തിൻ്റെ ഐ ഡി മുഹമ്മദ് ഫയാസ് 9642. വെളിപ്പെടുത്തുന്നതിൽ ക്ഷമിക്കണം, കാരണം കൃത്യമായിട്ട് ഇത് പറയേണ്ട ഒരു കാര്യമുള്ളത് കൊണ്ടാണ് പറയുന്നത്. കമൻറ്റ് ഇങ്ങനെയാണ്: യാ അല്ലാ, വാട്ട് എ ബ്രില്യൻ്റ് ആൻഡ് എക്സലൻറ്റ് പേഴ്സണാലിറ്റി. ബി ജെ പിയോടുള്ള എൻ്റെ എല്ലാ പല മുൻധാരണകളും രാജീവ് ചന്ദ്രശേഖർ സാറിലൂടെ തിരുത്താൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ കഴിവിനെയും ചിന്താവീക്ഷണത്തെയും നമിക്കുന്നു. ടുഡേ ഓൺവേർഡ്സ് ഐ എം ബിക്കം ദ ഫാൻ RC ലവ്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ടുഡേ ഓൺവേർഡ്സ് ഐ എം ബിക്കം ദ ഫാൻ RC. എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് RC എന്നാണ്. ഇൻ്റർവ്യൂ ചെയ്ത ആളും മിടുക്കൻ തന്നെ. ഇത് മുഹമ്മദ് ഫയാസിൻ്റെ കമൻറ്റ്. അടുത്തത് ട്രൂപ്പർ 790 എന്ന ഐ ഡിയിൽ നിന്നുള്ളൊരു കമൻറ്റാണ്. ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ഇവിടെ ഓരോ പൗരനും കണ്ടിരിക്കേണ്ട പൊളിറ്റിക്കൽ ഇൻ്റർവ്യൂ. വാട്ട് എ വിഷണറി ലീഡർ. ഈ 2 കമൻറ്റുകൾ ഒരളവ് പോലല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ ജനപ്രീതിയുടെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നിരുന്നാൽ പോലും ഒരു സൂചനയെങ്കിലുമാണ്. കാരണം ഇത്തരത്തിലുള്ള, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ബി ജെ പിക്ക് എതിരാണ്. അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് ഫയാസിൻ്റെ പേരെടുത്ത് വായിച്ചത്. മുസ്ലിം സമുദായം ബി ജെ പിക്ക് എതിരാണ് എന്നുള്ളൊരു പ്രതീതി എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു നേതാവ് യാതൊരു തരത്തിലുള്ള അനധികൃതമായ പ്രീണനത്തിനും ശ്രമിക്കാതെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമായി തന്നെ മുന്നോട്ട് വെച്ച്, അതായത് പെഹൽഗാമിൽ നടന്നത് ഭീകരത തന്നെയാണ്, അതിനെ തള്ളിപ്പറയേണ്ട ഒരു കാര്യവുമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അങ്ങനെ പറയുന്നതിൽ വിഷമം തോന്നേണ്ട കാര്യമില്ല എന്നുള്ള തൻ്റെ നിലപാട് ശക്തമായി തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് അതേ അവസരത്തിൽ എല്ലാ ജനങ്ങളെയും ഒരുപോലെ വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ബി ജെ പിയുടെ നയവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മുഹമ്മദ് ഫയാസിനെ പോലുള്ളവർക്ക് രാജീവ് ചന്ദ്രശേഖർ എന്ന RC പ്രിയപ്പെട്ടവനായി മാറുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ പോഡ്കാസ്റ്റ് നിങ്ങളൊന്ന് കാണുവാൻ ശ്രമിക്കുക. സാങ്കേതിക കാരണങ്ങളാൽ അതിൻ്റെ ലിങ്ക് പറയുവാനോ പേര് പരാമർശിക്കുവാനോ, എന്നാൽ വിവിധ മാധ്യമങ്ങൾ ലഭ്യമാണ്. രാജീവ് ചന്ദ്രശേഖർ റീസെൻറ്റ് പോഡ്കാസ്റ്റ് എന്നൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്കതിൻ്റെ ലിങ്ക് ലഭ്യമാകും. ഇവിടെ ആ പേര് പറയുന്നില്ല. എന്നിരുന്നാൽ പോലും ആ പോഡ്കാസ്റ്റിൽ മുഴുവനായി കാണുകയോ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാകും. മോഹൻലാൽ മുതലുള്ള പ്രമുഖരെ കൊണ്ടുവന്നിരുത്തി മുഴുവനായി ഒരു വാക്ക് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ സ്ക്രിപ്റ്റ് എഴുതി ചെയ്ത അഭിമുഖങ്ങളോ പോഡ്കാസ്റ്റോ അല്ല ഇത്. കാരണം പിണറായി വിജയൻ അത്തരത്തിലുള്ളൊരു പ്രക്രിയകൾ ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവും കാര്യങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സംസാര രീതി തന്നെ പൂർണ്ണമായിട്ട് മാറും. മോഹൻലാലിനേക്കാളും വലിയ അഭിനേതാവാണ് താൻ എന്നുള്ളൊരു പ്രതീതി ജനങ്ങളിൽ സൃഷ്ടിക്കുവാനുള്ളൊരു ശ്രമമാണ് അദ്ദേഹം. ആ ശ്രമത്തിൽ അദ്ദേഹം പൂർണ്ണമായി പരാജയപ്പെടും. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പരാജയത്തെക്കാൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരാജയത്തെക്കാൾ വലിയ പരാജയങ്ങൾ ഇത്തരം അഭിമുഖങ്ങളിൽ അദ്ദേഹം
ഇടാറുണ്ട്, ഏറ്റുവാങ്ങാറുണ്ട്, ജനങ്ങളത് കണ്ടനുഭവിക്കാറുമുണ്ട്. അത്തരത്തിലുള്ള സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റാണ് അത് എന്നുള്ളൊരു ധാരണയും നമുക്ക് ഈ പോഡ്കാസ്റ്റ് നൽകില്ല. തന്നെയുമല്ല, വളരെ സഹജമായ ചോദ്യങ്ങളും അതിലും സഹജമായ ഉത്തരങ്ങളും കൃത്യമായ സ്വന്തം ആശയം, അതായത് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ ആശയം കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം, ഒരു ടെക്നോക്രാറ്റ് എന്നുള്ള ഇൻ്റൽ BPLൻ്റെ തുടക്കമാണെങ്കിലും ഇൻ്റലിൽ അദ്ദേഹം പെൻറ്റിയൻ്റെ കോഡ് റൈറ്ററായിട്ടുള്ള കോഡ് ഡിസൈനറായിട്ടുള്ള പ്രവർത്തിച്ച കാലഘട്ടമാണെങ്കിലും ഭാരതത്തിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ജൽശക്തി ആണെങ്കിലും ടെക്നിക്കൽ സ്കിൽസ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ മേഖലയിലാണെങ്കിലും മന്ത്രിയായി അദ്ദേഹം അനുഷ്ഠിച്ച സേവനങ്ങൾ, ഇതിൻ്റെ എല്ലാം ഒരു മേലോട്ടമായിട്ടെങ്കിലും അദ്ദേഹം കാര്യങ്ങൾ ശ്രോതാക്കളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ പ്രകടനം സംബന്ധിച്ചുള്ള മേഖലകളിൽ അല്ലെങ്കിൽ വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായും വ്യക്തമായുള്ള ഉത്തരങ്ങളും അദ്ദേഹം നൽകുന്നുണ്ട്. ഈ പോഡ്കാസ്റ്റിൽ മാത്രമല്ല, അദ്ദേഹത്തോട് ഈ സമീപകാലത്തായി മാധ്യമപ്രവർത്തകർ യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ യാതൊരു മയവുമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അദ്ദേഹം കൃത്യമായിട്ടുള്ള നിലപാടുകൾ തന്നെ, പാർട്ടി നിലപാടുകളും സ്വന്തം നിലപാടുകളും വ്യക്തിഗതമായിട്ടുള്ള കാഴ്ചപ്പാടുകളും കൃത്യമായി തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസുമായിട്ടുള്ള ബാന്ധവത്തിലാണെങ്കിലും SDPI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബാന്ധവത്തിലാണെങ്കിലും അത് വിഹിതമാണോ അവിഹിതമാണോ ഇതൊന്നും കാര്യമാക്കാതെ കൃത്യമായി തന്നെയുള്ള വിമർശനങ്ങളും പാർട്ടി നയങ്ങളും അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് RCയുടെ ജനപ്രീതി അനുദിനം വർദ്ധിച്ചു വരുന്നത്. സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിന് ശേഷമോ അതിന് മുൻപോ ഇരുവർ എന്നുള്ള മോഹൻലാലും പിണറായി വിജയനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച കൂടി ഒന്ന് കാണുക. ഒരു 5 മിനിറ്റിന് മേൽ നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് കണ്ടതിന് ശേഷമാണ് അതിന് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റിന് മേൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ ഉറപ്പായിട്ടും പറയാം. അതിന് മുൻപാണെങ്കിൽ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് നിങ്ങൾക്കത് താങ്ങുവാൻ സാധിച്ചേക്കും. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള PR വർക്കിൻ്റെ പുറത്ത്, പരസ്യപ്രചാരണങ്ങളുടെ പുറത്ത് ഊതി വീർപ്പിച്ചൊരു ബലൂണും ഒരു യഥാർത്ഥ ജനനായകനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഈ പോഡ്കാസ്റ്റും ആ ഇൻ്റർവ്യൂവും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോധ്യമാകും. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞാൻ പറയുന്നു, RCയുടെ ജനപ്രീതി അനുദിനം വർദ്ധിച്ചു വരുന്നത്. എന്തായാലും ആ വർദ്ധിച്ചു വരുന്ന ജനപ്രീതി, NDAയുടെ ക്രിയാത്മകമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനം, ഇതിൻ്റെ എല്ലാം ഫലം എന്താകുമെന്നുള്ളത് മെയ് 4 അറിയാം. കാത്തിരുന്ന് കാണാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.